നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. റോയി CJയുടെ മരണത്തിൽ അത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മാനസിക സമ്മർദ്ദം കൊടുത്തതുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയത് എന്നുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ ആയിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തേക്ക് വന്നത്. എന്നാൽ ഇപ്പോൾ അതും കഴിഞ്ഞ് കർണാടക പോലീസ് അന്വേഷണം നടത്തുമ്പോൾ ഇതിൽ ചില ദുരൂഹതകൾ അവർക്കും തോന്നുകയാണ്. അതായത് ഈ റോയിയുടെ ബന്ധുക്കൾ അവർ പറയുന്ന മൊഴിയും എന്നാൽ ജീവനക്കാരുടെ മൊഴിയും തമ്മിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് എന്നുള്ള വിവരം. അതിനിടയിൽ ഇപ്പോൾ ചില വിവരങ്ങൾ, അതായത് ആരോപണങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് വരുന്നത് കള്ളപ്പണ ഇടപാടുകൾ, അതുപോലെ തന്നെ സാമ്പത്തിക തിരിമറികൾ തുടങ്ങിയ ഒരുപാട് ആരോപണങ്ങളാണ് പൊട്ടിപ്പുറപ്പെട്ട് പുറത്തേക്ക് വരുന്നത്. ശരിക്കും റോയിയുടെ മരണത്തിൽ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ്. ആ ഡയറി കുറിപ്പ്, അദ്ദേഹത്തിൻ്റെതെന്ന് പറയപ്പെടുന്ന ആ ഡയറിയിലും ഇപ്പോൾ വലിയ സംശയമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തോന്നുന്നത്. റോയി CJയുടെ മരണം സംബന്ധിച്ച ചില നിർണായക വിവരങ്ങൾ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. നമുക്കിതിനെ പല തലങ്ങളിൽ നോക്കിക്കാണേണ്ടി വരും. ഒന്ന്, ദുബായിലെ ബിസിനസ് തകർച്ച, അത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. രണ്ട്, അന്വേഷണ ഏജൻസികളുടെ പരിശോധനകൾ, റെയ്ഡുകൾ. മൂന്ന്, CJ റോയിയുടെ ഒരു ബിസിനസ് ശൈലി. അദ്ദേഹം വളരെ ഫാസ്റ്റ് മോഡിലാണ് തൻ്റെ ബിസിനസ് സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവന്നത്. ഇന്നൊരാൾ, എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത്, അദ്ദേഹം കുറച്ചു മുമ്പ് എന്നോട് സംസാരിക്കുമ്പോൾ എന്നോട് പറയുന്നു, എന്തായാലും CJ റോയി അതിഭയങ്കരമായ മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടാണല്ലോ അയാൾ വെടിവെച്ച് സ്വയം മരിച്ചത്. അപ്പോൾ നമ്മൾ സ്ഥിരമായി അദ്ദേഹത്തെ ഇങ്ങനെ കുറ്റപ്പെടുത്തണോ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് തന്നെ ഒരു റീതിങ്കിങ്, ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു ചിന്ത വന്നു. CJ റോയി അനുഭവിച്ചൊരു മാനസിക സമ്മർദ്ദം, ഒരുപക്ഷെ ആളുകൾ പലവിധ കഥകൾ, നമ്മൾ തന്നെ ചില യാഥാർത്ഥ്യങ്ങളൊക്കെ സമൂഹത്തോട് തുറന്നു പറഞ്ഞിരുന്നു. CJ റോയിയുടെ ബിസിനസ്സിൻ്റെ തുടക്കം, അന്ന് ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് CJ റോയി പുറത്തേക്കിറങ്ങി. ക്രിസ്റ്റൽ ഗ്രൂപ്പ് പിന്നീട് തകർന്നടിയുകയാണ് ചെയ്തത്. അതിൽ ചതിവിൻ്റെ ഒരു എലമെൻ്റ് ഇല്ലേ എന്ന് നമ്മൾ ചോദിച്ചേക്കാം. ബിസിനസ് പലപ്പോഴും ഇത്തരം ചില കഥകൾ കൂടി ഉൾക്കൊള്ളുന്നതാണ്. നമ്മളിപ്പോൾ വലിയ തലയെടുപ്പിൽ നിൽക്കുന്ന കേരളത്തിലെ പ്രമുഖ ബിൽഡർമാരെ എടുത്താൽ, പ്രമുഖ ജുവലറി ഉടമകളെ എടുത്താൽ, അവരിൽ പലരും ഇത്തരം മഹാ തട്ടിപ്പുകളിലൂടെയൊക്കെ വളർന്നു വന്നതാണ്. ചിലർക്കെങ്കിലും ഒരു നന്മയുടെ ഒരു വശമുണ്ട്, അതുകൊണ്ട് അവർ പിടിച്ചു നിൽക്കുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നന്മയുടെ തോത് ഏതെങ്കിലുമൊക്കെ തലത്തിലുള്ളവർ ഒരുപക്ഷെ കുറേ കൂടി ഭംഗിയായി ക്രമീകരണത്തോടെ പോയേക്കാം. റോയിക്ക് സംഭവിച്ചത് പെട്ടെന്ന് കൈവന്ന പണം, അത്യാഡംബരം കൊതിക്കുന്ന ജീവിതം, ഈ അത്യാഡംബരം മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഒരു എക്സിബിഷനിസം. ചിലർ വലിയ ധനാഢ്യന്മാരുണ്ട്, വളരെ ഒതുങ്ങിയൊക്കെ മനോഹരമായി ജീവിക്കും. പക്ഷെ റോയി അങ്ങനെ ആയിരുന്നില്ല. തനിക്കുള്ളതിൻ്റെ 10 ഇരട്ടി മറ്റുള്ളവരുടെ മുന്നിൽ എക്സ്പോസ് ചെയ്ത് അവരുടെ ഒരു ആരാധന പിടിച്ചു പറ്റുന്ന ഒരു പ്രത്യേകതരം മനോഭാവമാണ്. ഈ CJ റോയിയുടെ മനോഭാവം തന്നെയാണ് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ കലാശിച്ചത്. മരിക്കുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹം ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടിരുന്നുവെന്നാണ് ഏറ്റവും പുതിയ വാർത്ത. അപ്പോൾ വലിയ മാനസിക സമ്മർദ്ദം ഒരു വശത്ത് അനുഭവിച്ചിരുന്നു, അല്ലെങ്കിൽ തൻ്റെ മാനസിക നില എങ്ങോട്ടൊക്കെയോ പാളുന്നു എന്ന് റോയി പോലും സംശയിച്ചിരിക്കാം. എന്തുകൊണ്ട്? 2005-2006 കാലഘട്ടത്തിൽ അന്ന് ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ പടിയിറങ്ങി CJ റോയി കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന് തുടക്കമിടുമ്പോൾ വളരെ കാൽക്കുലേറ്റഡ് ഗെയിമായിരുന്നു. അതിനു മുൻപ് തന്നെ റിയൽ എസ്റ്റേറ്റിൻ്റെ ബാലപാഠങ്ങൾ CJ റോയിയും ക്രിസ്റ്റൽ നമ്പൂതിരിയും, പിന്നീട് ഇന്ന് കേരളത്തിൽ വലിയ തലയെടുപ്പുള്ള ഫേവറേറ്റ് ഗ്രൂപ്പ്സിൻ്റെ ഉടമയും ഒക്കെ പരിശീലിക്കുന്നത് ഇവരുടെയൊക്കെ ചില ഗുരുക്കന്മാരിൽ നിന്നാണ്. അതിൽ ശ്രദ്ധേയനായ ഒരാളാണ് ബംഗളൂരുവിലെ ഫെർണാണ്ടസിനെ പോലെയുള്ള കക്ഷികൾ. ഇവരൊക്കെ ഒരേ കളരിയിൽ നിന്ന് പഠിച്ചിറങ്ങി വളരെ വിഭിന്നങ്ങളായ ധ്രുവങ്ങളിലേക്ക് തിരിഞ്ഞ് ബിസിനസ് ചെയ്ത് വളർന്നു വന്നു. അപ്പോൾ നമ്മൾ CJ റോയിയുടെ വളർച്ചയുടെ തുടക്കം, അവിടെയാണ് നമ്മുടെ എല്ലാം സംശയത്തിൻ്റെ ഒരു ആഴക്കണ്ണ് പതിഞ്ഞത്. പിന്നീട് റോയി അന്ന് ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ റോയിയുടെ കയ്യിൽ പിടിച്ചെടുത്ത സർജാപൂരിലെ സ്ഥലം, അല്ലെ ഹോസ്കോട്ടിലെ സ്ഥലം, പിന്നെ ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ജോലിക്കാരുടെ ഒരു ബലം, മാർക്കറ്റിലുള്ള പരിചയം, ഉപഭോക്താക്കളുടെ വലിയൊരു കസ്റ്റമേഴ്സിൻ്റെ വലിയൊരു ലിസ്റ്റ്, ഇതൊക്കെയായിരുന്നു റോയിയുടെ തുടക്കം. പക്ഷേ ഒരു വലിയ ജൈൻ മൂവ് നടത്താൻ കഴിഞ്ഞു. ആ ജൈൻ മൂവിൽ താൻ പലതും വെട്ടിപ്പിടിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ
പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ മാധ്യമപ്രവർത്തകരുടെ മനം കവർന്നെടുക്കാനൊക്കെ CJ റോയിക്ക് കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത്ര ഭദ്രമായിരുന്നില്ല ആ ബിസിനസ് മൂവുകൾ. കുറേ പണം വന്നു, കുറേ പണം ഒഴുകിപ്പോയി, കുറേ പണം നിലനിന്നു എന്നതിലപ്പുറം ഒരു ഭദ്രമായിരുന്ന ബിസിനസ് അടിത്തറ CJ റോയ് കെട്ടിപ്പടുത്തില്ല. അതാണ് അതിലെ ഏറ്റവും സവിശേഷമായ കാര്യം. ഇവിടെ നമ്മൾ ചില ബിസിനസ്സിലെ മറ്റ് കാര്യങ്ങൾ കൂടി ഒന്ന് ചേർത്ത് വായിക്കണം. കേരളത്തിലെ ബിൽഡർമാർ ഇപ്പോൾ പറയുന്ന ചില വസ്തുതകളുണ്ട്. അതിലൊന്ന്, ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന് എങ്ങനെയാണ് കൊച്ചിയിൽ 4500-നും 5000-ത്തിനൊക്കെ ഫ്ലാറ്റ് വയ്ക്കാൻ പറ്റുന്നത്? മറ്റുള്ള ബിൽഡേഴ്സൊക്കെ 6000, ആ മറൈൻ ഡ്രൈവിലൊക്കെ ഇപ്പോൾ 10,000, 12,000 സ്ക്വയർ ഫീറ്റിന് വാങ്ങുകയാണ് ബിൽഡേഴ്സ്. പല ബിൽഡേഴ്സും വലിയ കൊള്ളയാണ് നടത്തുന്നത്. ഈ സ്ക്വയർ ഫീറ്റ് കണക്കിലൊക്കെ കോമൺ ഏരിയ എന്നൊക്കെ പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അതിൻ്റെ പേരിൽ വലിയ കൊള്ള നടത്തുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് ഈ നമുക്കറിയില്ല, പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ബിൽഡർമാർ ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ ഈ മേഖല വളരെ ശ്രദ്ധയോടെ നോക്കിക്കാണേണ്ടതുണ്ട്. പക്ഷേ CJ റോയ് തൻ്റെ ഫ്ലാറ്റ് മുഴുവൻ വിറ്റൊഴിച്ചത് വില കുറച്ചാണ്. ഇപ്പോൾ ഉയർന്നു വരുന്നൊരു വലിയ ആരോപണം, അത് കൊച്ചി കേന്ദ്രീകരിച്ച് കേരളത്തിലെ ചില ബിൽഡർമാർ ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റേതടക്കം ബംഗളൂരുവിൽ നിന്നും ചെന്നൈയിൽ നിന്നും ഒക്കെ കടന്നു വന്ന ചില ബിൽഡർമാർ ബ്ലാക്ക് മണി ഇടപാടുകൾ നടത്തുന്നു എന്ന ആരോപണം ഉയർത്തി. കാരണം മറ്റുള്ളവർക്ക് ഒരു ഫ്ലാറ്റിന് 1 കോടിയൊക്കെ കിട്ടുമ്പോൾ CJ റോയുടെ ഫ്ലാറ്റ് 50 ലക്ഷം 55 ലക്ഷത്തിന് വിൽക്കുകയാണ്. അപ്പോൾ പണം ആധാരത്തിൽ വളരെ കുറച്ച് വയ്ക്കും. അപ്പോൾ നികുതി വെട്ടിപ്പ് ഇതുവഴി നടത്തുന്നു. അപ്പോൾ GST ഇനത്തിൽ വെട്ടിപ്പ് നടത്തുന്നു, അല്ലെങ്കിൽ സ്റ്റാമ്പ് പേപ്പർ ഡ്യൂട്ടി കുറയുന്നു. ഇതൊക്കെ സർക്കാരിന് വലിയ നഷ്ടമുണ്ടാക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കൊരു തലത്തിൽ പറയാം. പക്ഷേ CJ റോയുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് അവകാശപ്പെടുന്നത് ഞങ്ങളുടെ കോസ്റ്റ് പ്ലസ് ചെറിയൊരു ലാഭത്തിനാണ് ഈ പ്രോപ്പർട്ടികൾ വിൽക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടത് വോളിയം സെയിലാണ്. വോളിയം സെയിൽ എന്ന് പറയുമ്പോൾ വലിയ തോതിൽ ഫ്ലാറ്റുകൾ വിറ്റഴിച്ച് വോളിയം ബിസിനസ് നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭം. അപ്പോൾ ഇൻഡിവിജ്വൽ യൂണിറ്റുകളിൽ നിന്ന് ചെറിയ ലാഭം മതി. അങ്ങനെ മാർക്കറ്റ് പിടിച്ചെടുക്കുക. ഇത്തരം അഗ്രസീവ് മാർക്കറ്റിങ്ങുമായി കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ പോലെയുള്ള ഈ ബിൽഡേഴ്സ് നീങ്ങുമ്പോൾ മറ്റുള്ളവർ പതറിപ്പോയി. 1 ഫ്ലാറ്റ് 2 ഫ്ലാറ്റൊക്കെ ഉള്ളവർ, അവർക്കൊരു യൂണിറ്റിന് ഇവരേക്കാൾ കൂടുതൽ ചിലവ് വരും എന്ന് മാത്രമല്ല, അവർക്കതിൽ നിന്ന് വലിയ അമിത ലാഭ പ്രതീക്ഷയുണ്ട്. അതിനെയെല്ലാം തകർത്ത് കളയുന്നൊരു മൂവാണ് ഇത്തരക്കാരുടേത്. അപ്പോൾ ചില ഒറ്റുകൾ ഇതിനിടയിൽ നടന്നു. അപ്പോൾ അതിൻ്റെ കൃത്യമായ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നു. ചില ബിൽഡർമാരും മറ്റുള്ളവരും ചേർന്ന് വളരെ ആസൂത്രിതമായി കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഈ കള്ളക്കച്ചവടം പൊളിക്കാൻ ആദായ നികുതി വകുപ്പിനടക്കം ചില കത്തിടപാടുകൾ നടത്തുന്നു. ഇത് ആദായ നികുതി വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അവരതിൽ മേലൊരു പ്രാഥമിക പരിശോധന കൊച്ചിയിലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയെന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന സൂചന. ആ പരിശോധനയിൽ ശരിയാണ്, ഒരേ സ്ഥലത്ത് ഇപ്പോൾ ഒരുപക്ഷെ മരടിലാവാം അല്ലെങ്കിൽ വൈറ്റിലാവുക, മറ്റൊരു കമ്പനി വിൽക്കുന്നത് സ്റ്റാമ്പ് പേപ്പറിൽ കാണിച്ചിരിക്കുന്ന എമൗണ്ടിനേക്കാൾ വളരെ താഴ്ത്തിയാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് വിറ്റിരിക്കുന്നത്. അപ്പോൾ ഇതിന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനൊരു വിശദീകരണം കൂടെ ഉണ്ട്. അവർ പറയുന്നത് മറ്റുള്ളവരൊക്കെ പ്രോജക്റ്റ് ലോൺ എടുക്കുന്നുണ്ട്. ഇത് മിക്കതും ജോയിൻറ്റ് വെഞ്ചറുകളാണ്. മറ്റൊരാളുടെ സ്ഥലം ഒരു ബിൽഡർ ഒരു വാഗ്ദാനമൊക്കെ കൊടുത്തൊരു പെർസെൻറ്റേജ് ഫിക്സ് ചെയ്ത് ടോക്കൺ അഡ്വാൻസ് കൊടുത്ത് അവർ ഡെവലപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഈ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇതിന് പ്രോജക്റ്റ് ലോൺ കിട്ടും ബാങ്കിൽ നിന്ന്. അപ്പോൾ ഈ പ്രോജക്റ്റ് പൂർത്തീകരിക്കുന്നതനുസരിച്ച് ബാങ്ക് ഇവർക്ക് പൈസ കൊടുക്കും. പിന്നീട് ഈ ഫ്ലാറ്റുകൾ വിറ്റഴിക്കുമ്പോൾ അതിൻ്റെ തത്തുല്യമായ പണം നേരെ ബാങ്കിലേക്ക് അടയ്ക്കണം. അപ്പോൾ വലിയ ഒരു മാർജിൻ കാണിച്ചാൽ 2 ഗുണമുണ്ട്. ഒന്ന്, ഈ ബാങ്കുകൾ നോക്കുമ്പോൾ ഇവർക്ക് ലാഭം വേണം. അപ്പോൾ കോസ്റ്റ്, ലാഭം, ഇത് എല്ലാം കിട്ടത്തക്ക തരത്തിൽ വലിയ ആകർഷകമായ പ്രൈസിന് വിറ്റഴിക്കാനുള്ള ശ്രമം നടത്തും. അപ്പോൾ സ്റ്റാമ്പ് പേപ്പറിലും കൂടുതൽ വയ്ക്കും. കാരണം മിക്കതും ബാങ്ക് ലോൺ ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യാൻ ഇടവരുത്തി മറ്റുള്ളവർ. ഇപ്പോൾ ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധനയിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് വില കുറച്ചിട്ടാണോ ഇത് വിൽക്കുന്നതെന്ന് ഇവർക്ക് ഒരു സംശയം തോന്നി. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരങ്ങനെ ചിന്തിക്കും, ബാക്കി പണം ഒരു പക്ഷേ കള്ളപ്പണമായി ഈ കമ്പനി കൈപ്പറ്റിയിരിക്കാം. അങ്ങനെയെങ്കിൽ ഈ കള്ളപ്പണം അവരെന്ത് ചെയ്തു? ഇപ്പോൾ ദുബായ് ബേസ് ചെയ്ത് CJ റോയിയുടെ പുതിയ ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് ഉണ്ട്. അതിനിടയിലാണ് UAE ആയിട്ട് ബന്ധപ്പെട്ട ചില വാർത്തകൾ നമ്മൾ കേട്ടത്. ഇപ്പോൾ UAEയിലെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചുള്ള സോഴ്സ് അവർ ചോദിച്ചു.
അപ്പോൾ CJ റോയി അതിന് വ്യക്തമാക്കിയത് ഇത് ഇന്ത്യയിൽ അവർ നടത്തിയ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ലാഭം അത് ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാണ്. ഇതിൽ ദുബായ് അധികൃതർക്ക് സംശയം തോന്നി. അവർ ഇന്ത്യൻ സർക്കാരിനോട് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ആദായ നികുതി വകുപ്പ് ഒരു വശത്ത് ഇവരുടെ വിൽപ്പന വളരെ ചെറിയ വിലയ്ക്കാണോ എന്ന് പരിശോധിക്കുമ്പോൾ മറുവശത്ത് കള്ളപ്പണം വിദേശത്തേക്ക് ഒഴുക്കി എന്ന സംശയം കൂടി വരുന്നു. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, കള്ളപ്പണ ഇടപാടുകൾ നടന്നിരിക്കാം, അത് മറ്റ് പലരിലൂടെ ദുബായിലേക്ക് പോയിരിക്കാം. ഇതാണ് റോയി നേരിട്ട ഒരു പ്രതിസന്ധി. മറ്റൊന്ന്, CJ റോയി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നില്ല, ബാങ്ക് വായ്പകൾ അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. പകരം ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതായത് രാഷ്ട്രീയക്കാർ, സിനിമാക്കാരുടെ കയ്യിലൊക്കെ ഒരുപാട് ബ്ലാക്ക് മണി ഉണ്ട്. കാരണം ഇപ്പോൾ അല്ലെങ്കിൽ മുഴുവൻ ടാക്സ് പോകും. ഇപ്പോൾ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന വലിയ താരങ്ങൾക്കൊക്കെ കോടികളാണ് പ്രതിഫലം. അപ്പോൾ അവരെ സംബന്ധിച്ച് അതിൻ്റെ അകത്തൊരു നാമമാത്രമായ എമൗണ്ട് കാണിക്കും. ബാക്കിയൊക്കെ ഒരു പക്ഷേ ദുബായിൽ വെച്ച് കൈമാറും, അല്ലെങ്കിൽ ഇവിടെ വെച്ച് കൈമാറും. ഈ കള്ളപ്പണം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഇത്തരം പ്രോജക്റ്റുകളാണ്. അപ്പോൾ ഒരു ബിൽഡറുടെ കയ്യിൽ ഒരു എമൗണ്ട്, ഒരു നിശ്ചിത എമൗണ്ട് 5 കോടിയൊക്കെ ഏൽപ്പിച്ചാൽ അവരിത് ബിൽഡ് ചെയ്ത് ഇതിൻ്റെ തത്തുല്യമായ ലാഭം ഇയാൾക്ക് തിരികെ കൊടുക്കുകയും ഈ കള്ളപ്പണം അടുത്ത പ്രോജക്റ്റിലേക്ക് മാറ്റുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു പക്ഷേ ധാരാളം കള്ളപ്പണ സോഴ്സുകളിൽ നിന്ന് ഈ രാഷ്ട്രീയക്കാരും സിനിമാക്കാരുമൊക്കെ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചുകൊണ്ടാണ് നമുക്ക് ആ സംശയം കൂടിയുള്ളത്. അവരിൽ നിന്ന് ഒരു പക്ഷേ വലിയ തുക നിക്ഷേപമായി സ്വീകരിച്ചിട്ടുണ്ടാകാം. ഈ ദുബായ് കേന്ദ്രീകരിച്ച് ചില അന്വേഷണങ്ങൾ നടക്കുന്നു എന്ന് ഇതിനകം തന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ കുറിച്ച്, CJ റോയിയെക്കുറിച്ച് മാർക്കറ്റിൽ ഈ വാർത്ത സ്പ്രെഡായിരുന്നു. ഇതിൻ്റെ തുടർച്ചയായി CJ റോയിയുടെ ബംഗളൂരുവിലെ ആസ്ഥാനത്തും ഓഫീസുകളിലുമൊക്കെ ഇൻകം ടാക്സ് റെയ്ഡ് തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസം പിന്നിട്ടു. അപ്പോൾ ഇതിനിടയിൽ നിക്ഷേപകർ പണം തിരികെ ആവശ്യപ്പെട്ടു. നിക്ഷേപകർ എന്ന് പറയുന്ന വലിയ വൻ തോക്കുകളാണ്, രാഷ്ട്രീയക്കാരും സിനിമാക്കാരുമൊക്കെ. നമുക്ക് റോയിയെ പൂർണ്ണമായി തള്ളി പറഞ്ഞുകൂടാ, കാരണം ഒരു മരിച്ച വ്യക്തി എന്നുള്ള നിലയിൽ. പക്ഷെ റോയിയെ സംബന്ധിച്ച് അഭിമാനിയായിരുന്നു എന്ന് വേണം നമ്മൾ വിശ്വസിക്കാൻ. അപ്പോൾ ആളുകളൊക്കെ പണം തിരികെ ചോദിക്കുമ്പോൾ അയാളുടെ ഒരു ദുരഭിമാനം അത് വർക്ക് ചെയ്ത് തുടങ്ങും. അപ്പോൾ അതും ഒരു മാനസിക സമ്മർദ്ദത്തിന് കാരണമാകും. അപ്പോൾ ഒന്ന്, കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ കച്ചവടം, പണി കൊടുത്തത് മലയാളികൾ തന്നെ, ആ ഒരു സമ്മർദ്ദം. മറ്റൊന്ന്, നിക്ഷേപകർ പണം പിൻവലിക്കുന്നു എന്നുള്ള ഒരു സംശയം. മൂന്നാമത്, താൻ വലിയ സ്വപ്നങ്ങളോടെയാണ് ദുബായിലേക്ക് ചെന്നത്. പക്ഷേ ദുബായിൽ ബിസിനസ് വിജയിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ഭീതി അദ്ദേഹത്തെ ബാധിച്ചിരുന്നു. ഈ അനധികൃത പണമിടപാടുകൾക്കല്ല, കള്ളപ്പണ ഇടപാടുകൾക്ക് ഇപ്പോഴത്തെ UAE നിയമം പറയുന്നത് 15 വർഷം വരെ ജയിൽ ശിക്ഷയാണ്. ഇതിനിടയ്ക്ക് പരോളും ഒന്നുമില്ല. ഇവിടുത്തെ പോലെ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോയി പരോളിലൊന്നും പോയി കുടുംബാംഗങ്ങൾക്കൊപ്പം ചെലവഴിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ജയിലിലേക്ക് പോയാലത്തെ അവസ്ഥ UAE-ൽ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകൾ മുഴുവൻ തകരുമെന്ന് മാത്രമല്ല, അത് വലിയ മാനഹാനി ഉണ്ടാക്കും. ഈ കെട്ടിപ്പൊക്കിയ എല്ലാ ഇമേജുകളും അവിടെ തകർന്നടിയും. അപ്പോൾ സ്വന്തം ജീവൻ ബലി കൊടുക്കുന്നൊരു ഘട്ടത്തിൽ അദ്ദേഹത്തെ എത്തിച്ചോ ഈ സമ്മർദ്ദങ്ങൾ? അതാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഏറ്റവും വ്യക്തമായി അന്വേഷിക്കുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ ബംഗളൂരുവിൽ എന്ത് സംഭവിക്കുന്നു? നമുക്കറിയാം, ബംഗളൂരു ആഭ്യന്തരമന്ത്രി ഈ ഘട്ടത്തിൽ ആദായ നികുതി വകുപ്പിനെയോ കേന്ദ്ര ഏജൻസികളെയോ നമുക്ക് സംശയിക്കാറായിട്ടില്ല എന്ന് പറയുന്നു ഒരു വശത്ത്. മറുവശത്ത് ആദായ നികുതി വകുപ്പിൻ്റെ അന്വേഷണത്തിൽ ചില സംശയങ്ങൾ കണ്ടെത്തുകയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക തെളിവെടുപ്പുകൾ നടത്താൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ED കൂടി ഈ കേസിൽ ഇടപെട്ടാൽ കള്ളപ്പണ ഇടപാടും വിദേശ കൈമാറ്റവും നടന്നിട്ടുണ്ടെങ്കിൽ അടപടലം വെട്ടിലാകുമെന്ന് റോയി ഭയപ്പെട്ടിരിക്കാം. അത് ഒരു കാരണം. മറ്റൊന്നിപ്പോൾ അന്വേഷണ സംഘം CJ റോയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന ഒന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക്, മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ MD TA ജോസഫിന്, പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക്. ഇവർക്കപ്പുറം മറ്റൊരാൾക്ക് ഇദ്ദേഹത്തിൻ്റെ രഹസ്യങ്ങൾ അറിയില്ല. ഈ TA ജോസഫ് പറഞ്ഞതിൽ ഒട്ടനവധി പൊരുത്തക്കേടുകൾ. ജോസഫ് അന്വേഷണ സംഘത്തിന് കൊടുത്ത മൊഴിയിൽ ഈ മരണം നടന്ന ദിവസം 3 മണിക്കാണ് റോയ് ഓഫീസിലെത്തിയത്. അന്വേഷണ സംഘം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ചോദ്യം ചെയ്യുന്നതിന് മുൻപ് തന്നെ ക്യാബിനിലേക്ക് കയറിയിരുന്നു. ഇതാണ് TA ജോസഫിൻ്റെ മൊഴി. പക്ഷേ അവിടുത്തെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നത് 2 മണിക്ക് അവിടെ എത്തി. അപ്പോൾ അവിടെ എത്തുന്ന ഘട്ടത്തിൽ പിന്നീടൊക്കെ TA ജോസഫ് ഒപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഡയറി കുറിപ്പിൽ TA ജോസഫിൻ്റെ പേരുണ്ട്. ഇപ്പോൾ ബംഗളൂരുവിൽ അന്വേഷണ സംഘം പറയുന്ന ഡയറി കുറിപ്പ് ഒരു ആത്മഹത്യാക്കുറിപ്പായി കരുതാൻ കഴിയില്ല. കാരണം ആ ക്യാബിനിൽ നിന്നല്ല അത് കണ്ടെത്തിയത്.
അപ്പോൾ ഇവിടെ എല്ലാം ചില ദുരൂഹതകൾ. അന്വേഷണ സംഘം പറയുന്ന മറ്റാരുടെയെങ്കിലും സാന്നിധ്യം ആ ക്യാബിനിൽ ഉണ്ടായിരുന്നോ എന്ന് പോലും സ്ഥിരീകരിക്കാനായിട്ടില്ല. അപ്പോൾ റോയിയുടെ മരണം നിരവധി ദുരൂഹതകളുമായി ബന്ധപ്പെട്ട ഇതൊരു ബംഗളൂരുവിൽ നടന്ന സംഭവമാണ്. അത്ര നിസ്സാരമല്ല. ബംഗളൂരു എന്ന് പറയുന്നത് നമ്മൾ കരുതുന്നതിനുമൊക്കെ അപ്പുറം വലിയ മാഫിയ നിയന്ത്രണമുള്ള ഒരു ഇടം കൂടിയാണ്. ഇവിടെയാണ് ഈ മരണത്തിന് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ ഒക്കെ കൂടുതൽ ദുരൂഹത വരുന്നത്. നേരത്തെ നമ്മൾ കരുതിയതുപോലെ ഒരു ആദായനികുതി വകുപ്പിനോടുള്ളൊരു അമർഷം ഒരൊറ്റ വെടിയുണ്ടയിൽ സ്വയം ഒടുങ്ങി തീർത്തതല്ല. മറിച്ച് അനേക സാഹചര്യങ്ങളുടെ സമ്മർദ്ദം, മറ്റ് നിരവധി മാനസിക പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്ന് CJ റോയി ഒടുവിൽ തൻ്റെ ജീവിതം പോലും വേണ്ട എന്ന് വെച്ചു എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഈ മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത പുറത്തു വന്നതിന് ശേഷം പിന്നാലെ വന്ന വാർത്തകളിലൊക്കെ എല്ലാ മാധ്യമങ്ങളും ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. ബംഗളൂരുവിലെ അല്ലെങ്കിൽ കർണാടകയിലെ ഈ പറയുന്ന IT സംഘമല്ല അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനും റെയ്ഡ് ചെയ്യാനും ഒക്കെ എത്തിയത്. കേരളത്തിൽ നിന്നുള്ള, കൊച്ചിയിൽ നിന്നുള്ള സംഘമാണ്. അപ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞ ഈ കാര്യങ്ങളുമായി വെച്ച് നോക്കുമ്പോൾ കൊച്ചിയിലെ അനധികൃത ഇടപാടുകൾ തന്നെയാണോ അദ്ദേഹത്തെ ഈ ഒരു നിലയിലേക്ക് എത്തിച്ചത് എന്നുള്ള ഒരു ചോദ്യം, അത് ഉറപ്പിക്കാൻ നമുക്ക് കഴിയുമോ? മറ്റൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായിട്ടുള്ള ആൾക്കാർ, ഒറ്റുകാർ കൂടെ തന്നെ ഉണ്ടായിരുന്നോ എന്നുള്ളതും നമുക്ക് ഈ രണ്ട് ചോദ്യത്തിലും ഇപ്പോൾ വ്യക്തമായ ഉത്തരവില്ല. കാരണം കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ കച്ചവടം നമ്മൾ ആദ്യം മുതൽ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, വില കുറച്ച് വിൽക്കുന്നു കേരളത്തിൽ. അങ്ങനെയാണ് അവർ മാർക്കറ്റ് പിടിച്ചത്. സാധാരണ ബിൽഡർമാരൊക്കെ 7,000-7,500 രൂപ സ്ക്വയർ ഫീറ്റിന് മേടിക്കുമ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് 4,500 രൂപയ്ക്ക് അവരുടെ ഫ്ലാറ്റ് വിറ്റ് തുടങ്ങി. അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് പോലും അവരുടെ പരസ്യം പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. 45 ലക്ഷം രൂപയ്ക്ക് ഫ്ലാറ്റ്, അല്ല 50 ലക്ഷം രൂപയ്ക്ക് ഫ്ലാറ്റ്. അത് ചിന്തിക്കാൻ കഴിയില്ല മറ്റു പലരുടെയും കാര്യത്തിൽ. അങ്ങനെ പരസ്യം ചെയ്ത് ഈ വില കുറച്ച് വിൽക്കുമ്പോൾ ഇതിനിടയിൽ കള്ളപ്പണ ഇടപാടുണ്ടായിരുന്നു എന്ന ആരോപണം എത്രമാത്രം നിലനിൽക്കുന്നു എന്ന് നമുക്കറിയില്ല. 1. 2, അദ്ദേഹം വളരെ അംബീഷ്യസ് ആണ്. തൻ്റെ സാമ്രാജ്യം എത്രയും പെട്ടെന്ന് ലോകം മുഴുവൻ വ്യാപിപ്പിക്കുക. അതിനുവേണ്ടിയാണല്ലോ സ്ലോവാക്യയിൽ പോയി ആദ്യം നമ്മൾ കേട്ട $2 ലക്ഷം, ഇപ്പം കേൾക്കുന്നത് $5 ലക്ഷം വരെയൊക്കെ കൊടുത്താണ് അവിടെ ഒരു ഹോണററി കോൺസുൽ ജനറൽ എന്നുള്ളൊരു പോസ്റ്റ്. അതൊരു ട്രേഡ് ലോബിയിങ് ഒരു ലൈസൻസ് പോലെ ഒരു ബ്രാൻഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. സ്ലോവാക്യയെ സംബന്ധിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോൾ വരുന്നത്, കള്ളപ്പണ ഇടപാട്, ലഹരി കള്ളക്കടത്ത്. നമുക്കറിയില്ല ഏതെങ്കിലും തലത്തിൽ ഇത്തരം ഇടപാടുകളുമായി ഇദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു നമുക്കറിയില്ല. പക്ഷേ ഇവിടെ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 1, ദുബായിലേക്കുള്ള പണത്തിൻ്റെ നിക്ഷേപം അത് സ്ലോവാക്യയിൽ നിന്നായിരുന്നു, ഇന്ത്യയിൽ നിന്നായിരുന്നു. ഇന്ത്യയിൽ നിന്നാണ് എന്നാണ് ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മറ്റൊരു രാജ്യത്ത് നിന്ന് UAE-യിലേക്ക് അനധികൃത മാർഗങ്ങളിലൂടെ പണം കൊണ്ടുവന്നാൽ അതിനുള്ള ശിക്ഷ അത് വലിയ ഭീകര ശിക്ഷ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കള്ളപ്പണ ഇടപാട് ഒരു 15 വർഷം വരെ ജയിലിൽ കിടന്നാൽ മതി. പക്ഷേ ലഹരിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ് എവിടെയെങ്കിലും തലത്തിൽ നടന്നത് എങ്കിൽ ലൈഫ് ലോങ് സെൻറ്റൻസ് ആണ്, ജീവപര്യന്തം. അവിടെ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ കിടക്കേണ്ടി വരും. നമുക്കറിയില്ല സ്ലോവാക്യയുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ കൊച്ചിയിലെ ചില ബിൽഡർമാരടക്കമുള്ളവർ ചേർന്ന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ CJ റോയിക്കിട്ട് പണിതിരുന്നു എന്ന് വ്യക്തമാണ്. അതിന് തുടർച്ചയാണ് ആദായനികുതി വകുപ്പ് സംശയങ്ങൾ ഉന്നയിക്കുകയും പ്രാഥമിക പരിശോധനകൾ നടത്തുകയും വില കുറച്ചാണ് ഫ്ലാറ്റുകൾ വിൽക്കുന്നത് എന്ന് കണ്ടെത്തുകയും നികുതി തട്ടിപ്പ് ആരോപണം ഉയരുകയും തുടർന്ന് ബംഗളൂരുവിലേക്ക് തിരിക്കുകയും ചെയ്തത്. ഇവർ ബംഗളൂരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റെയും വിവരം അറിയിച്ചു. അവിടുത്തെ കച്ചവടങ്ങളിലും നിരവധി സംശയങ്ങൾ. എങ്ങനെയാണ് ഈ വായ്പയില്ലാതെ ഇദ്ദേഹം ബിസിനസ് നടത്തുന്നത് എന്ന ചോദ്യം, ആ ചോദ്യത്തിന് നേർക്കുനേർ ഉത്തരം നൽകാൻ റോയിക്ക് കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പല നിക്ഷേപവും കള്ളപ്പണ നിക്ഷേപങ്ങളായിരിക്കാം. ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെ, സിനിമാക്കാരുടെ കള്ളപ്പണ നിക്ഷേപമാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് എങ്കിൽ അതൊന്നും ഈ ആദായനികുതി വകുപ്പിന് മുന്നിൽ വിശദീകരിക്കാൻ കഴിയില്ല. ഈ കള്ളപ്പണ നിക്ഷേപം എങ്ങനെ ഈ പ്രോജക്റ്റിലേക്ക് അദ്ദേഹത്തിന് മെർജ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും? അപ്പോൾ ഈ ബിസിനസ് നടത്തിപ്പിൽ വന്ന പ്രൊഫഷണലിസം ഇല്ലായ്മ, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ചുവടുവയ്പ് എന്ന് പറയുന്ന അത്യാവേശത്തിൽ ഒരു പക്ഷേ പലർക്കും മുകളിൽ കളിച്ചു വളർന്നതായിരിക്കും. അതേ ശൈലി ഇപ്പോഴും പിന്തുടരുന്നു. അതിൻ്റെ ഒരു തിക്തഫലമായിരിക്കാം CJ റോയി ഏറ്റവും ഒടുവിൽ അനുഭവിച്ച മാനസിക സമ്മർദ്ദം. വളരെ നേരായ തലത്തിലല്ലെങ്കിൽ പോലും ഒരു ബിസിനസ്സിൽ ചുവടുറപ്പിച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണലിസം കൈവരിക്കണം. പിന്നീട് ആ ബിസിനസ് നിയമപ്രകാരമായിരിക്കണം. 3, എല്ലാ നികുതികളും കൊടുത്ത് ഒരു സമൂഹത്തിന് മാതൃകയാകുന്ന ഒരു മോഡൽ സ്വീകരിക്കണം. കാരണം ധാരാളം 14,000 സ്റ്റാഫ് അംഗങ്ങളൊക്കെ കടന്നു വരുന്നൊരു വലിയ പ്രസ്ഥാനമായിട്ട് അദ്ദേഹം വളർന്നു.
അവർക്കൊക്കെ ഇടയിലൊരു ദുരൂഹ കഥാപാത്രമായി ചെയർമാൻ നിൽക്കാൻ പാടില്ല. അതൊരു ബിസിനസ്സിൻ്റെ പ്രൊഫഷണലിസത്തെ ബാധിക്കും. നമ്മളൊക്കെ പറയും ഇവിടെ ടാറ്റയില്ലേ, ബിർളയില്ലേ, ഇനി അതിലപ്പുറം റിലയൻസ് ഇല്ലേ, അദാനിയില്ലേ എന്നൊക്കെ പറയും. ഇവരൊക്കെ ആദ്യഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയില്ല. ടാറ്റയൊക്കെ പണ്ട് മുതലുള്ള കമ്പനിയാണ്, ടാറ്റയും ബിർളയൊക്കെ. പക്ഷേ അദാനിയും റിലയൻസും ഒക്കെ ധീരുഭായ് അംബാനിയുടെ കാലത്താണ് അംബാനി വരുന്നത്. പക്ഷെ അവരൊക്കെ പിന്നീട് അവരുടെ ബിസിനസ്സിനെ അങ്ങ് പ്രൊഫഷണലൈസ് ചെയ്തു. ഒരു പക്ഷേ കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടായിരിക്കാം, അതിനെയും അവർക്ക് പ്രൊഫഷണലൈസ് ചെയ്യാൻ കഴിഞ്ഞു. ഇത്തരമൊരു പ്രൊഫഷണലിസമോ ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് അപ്രോച്ചോ CJ റോയ്ക്ക് ഉണ്ടായിരുന്നില്ല. അത് നമുക്ക് അദ്ദേഹത്തിൻ്റെ അവിടെ റെയ്ഡ് നടക്കുന്ന ഘട്ടത്തിൽ പോലും വിസിബിളാണ്. അവിടെ തലയെടുപ്പുള്ളൊരു അഭിഭാഷകനില്ല, കൃത്യമായ അക്കൗണ്ടിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരോ കമ്പനി സെക്രട്ടറിമാരോ അടങ്ങിയ വലിയൊരു ടീമില്ല. അദ്ദേഹം ഒറ്റയാനായി പൊരുതി, ഒറ്റയാനായി ജീവിതത്തിൽ നിന്ന് മടങ്ങുന്നു. അദ്ദേഹം എല്ലാം നേടി എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിലാണ് ശ്രദ്ധിച്ചത്. നേടിയതൊക്കെ അടുക്കും ചിട്ടയോടെ സുരക്ഷിതമായി വെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ജീവിതത്തിൽ താൻ ആഘോഷത്തിനാണ് മുൻതൂക്കം നൽകുന്നതെന്ന് ഈ വീഡിയോകളിലും അഭിമുഖങ്ങളിലുമൊക്കെ അദ്ദേഹം പറഞ്ഞു. ഒരു വിമാനം ക്രാഷ് ചെയ്യാൻ പോകുന്നു എന്ന് മനസ്സിലായി പൈലറ്റ് ഇക്കാര്യം അനൗൺസ് ചെയ്താൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന താനായിരിക്കും, താൻ അവിടെ ഡപ്പാങ്കൂത്ത് കളിക്കും എന്നാണ് CJ റോയ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത മാനസിക തലങ്ങൾ വ്യക്തമാക്കുന്നതാണ്. തനിക്കൊരു ഉത്തരവാദിത്വമുണ്ടെങ്കിൽ, താൻ പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ അമരത്താണ് താൻ ഇരിക്കുന്നതെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ അതിനെ അനാഥമാക്കി ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുമെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയുക വയ്യ. തനിക്ക് ശേഷം തൻ്റെ വിശ്വസ്തരെ, നിക്ഷേപകരെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ താൻ നിൽക്കുന്നത് തകർന്നുപോയ ഒരു കപ്പലിൻ്റെ അമരത്താണ് എന്നൊരു തോന്നൽ ഈ ചെയർമാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറിപ്പിൽ അങ്ങനെ എഴുതിയത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ. അപ്പോൾ ഇതൊരു സ്ഥാനത്യാഗമെന്നല്ല, ഇതൊരു ബലി കൊടുക്കലായിരുന്നു. ജീവിതം ബലി കൊടുത്ത് തൻ്റെ ബിസിനസ്സിനെ രക്ഷിക്കുകയായിരുന്നു, തൻ്റെ അന്തസ്സ് വീണ്ടെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതോ എല്ലാത്തിനെയും ഭയന്ന് ആ മാനസിക സമ്മർദ്ദം, അദ്ദേഹം ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടുവെന്നാണ് പറയുന്നത്. എങ്ങനെയെങ്കിൽ ആ മാനസിക സമ്മർദ്ദം അദ്ദേഹത്തെ ഒരു രോഗമായി ബാധിച്ചിരുന്നു. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്തായാലും അത്യന്തം ദുരൂഹത ഈ മരണത്തിന് പിന്നിൽ ഒളിച്ചിരിപ്പുണ്ട് എന്നത് വ്യക്തമാണ്. ഇതിനു മുൻപ് റോയിയുടേതായിട്ട് പുറത്തു വന്നൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, അത് അവതാരകൻ ചോദിക്കുന്നു ഇനി എന്തൊക്കെയാണ് ബാക്കിയുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഇനി എനിക്ക് ചെയ്യാനായിട്ടൊന്നും ബാക്കിയില്ല, ഈ ജീവിതത്തിൽ ഈ ഒരു പ്രായത്തിനിടയിൽ ഞാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്യാൻ കൊതിച്ചതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യാനായിട്ടൊന്നുമില്ല എന്ന് പറയുകയാണ്. അതായത് ഇതിൽ കൂടുതലൊന്നും എനിക്കിനി കിട്ടാനില്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചു വയ്ക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഡയറി കുറിപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഇനി ഒരുപാട് ചെയ്യാനുള്ളത് എന്നാണ് വ്യക്തമാകുന്നത്. കാരണം കുടുംബാംഗങ്ങളുടെ മുകളിൽ വലിയൊരു ഭാരം ഇറക്കി വെക്കുന്ന പോലത്തെ ഒരവസ്ഥ. ആദ്യം തന്നെ ആ കുറിപ്പിൽ പറയുന്നത് കുടുംബാംഗങ്ങളോട് മാപ്പ് പറയുകയാണ്. പിന്നീടാണ് അദ്ദേഹം ഈ പറയുന്ന നിക്ഷേപകരെ ചേർത്ത് പിടിക്കണം, അവരെ സംരക്ഷിക്കണം, അവരെ ചതിക്കരുത് എന്നൊക്കെ പറയുന്നത്. ഇനി ബിസിനസ് എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം, മകനെ എല്ലാം ഏൽപ്പിക്കുന്നതിനെ കുറിച്ച് അങ്ങനെയെല്ലാം അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ പറയുന്ന ഒരു എല്ലാവരെയും കാണിച്ചുകൊണ്ട് ജീവിച്ച, അതായത് ജീവിതം മുഴുവൻ എല്ലാവരെയും തുറന്ന് കാണിച്ചത് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ അവസാന കാലത്ത് ഒരു തിരിച്ചടി ഉണ്ടാക്കി എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു അഭിമുഖത്തിൽ അങ്ങനെ ഒരു മറുപടി നൽകിയിട്ടുണ്ട് എങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, അത് എല്ലാം നേടി എന്ന സംതൃപ്തിയുടെ വാക്കുകളല്ല, താൻ നിൽക്കുന്ന അപകടത്തിൻ്റെ ആഴമാണ് ആ വാക്കുകളിലുള്ളത്. താൻ എല്ലാം നേടി എന്ന് പറയുന്നത് ഇനി ഒന്നും നേടാൻ തനിക്ക് കഴിയില്ല എന്ന ബോധ്യത്തിൽ നിന്നാണ്. അപ്പോൾ തോൽവി മണത്തു, അപകടം മണത്തു. അപ്പോൾ നേരത്തെ തന്നെ CJ റോയി താൻ സൃഷ്ടിച്ചെടുത്ത ആ ഒരു മാസ്മരിക പ്രപഞ്ചത്തിൻ്റെ അപകടം മനസ്സിലാക്കി. താൻ മറ്റുള്ളവർക്ക് മുന്നിൽ പകർന്നാട്ടം നടത്തിയ ആഡംബരത്തിൻ്റെ ആ ഒരു രൂപം അത് അസ്തിത്വമില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കി. അതുതന്നെയാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. മറ്റൊന്ന്, ഈ ഡയറിക്കുറിപ്പിൽ കുടുംബാംഗങ്ങൾക്ക് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം. CJ റോയി എന്ന വ്യക്തിയെ പൂർണ്ണമായും ഒരു പക്ഷേ ചുറ്റിവരിഞ്ഞ് നിൽക്കുന്നതാവാം ഈ മരണത്തിന് പിന്നിലുള്ള ദുരൂഹത. താൻ ഇല്ലാതായാൽ ആ ദുരൂഹതയും ഇല്ലാതാകും, ആ കളങ്കവും ഇല്ലാതാകും. തന്നെ തേടി വരുന്ന ആ ശക്തികൾക്ക് പിന്നെ മറ്റൊന്നിലേക്ക് കടക്കാൻ കഴിയില്ല, അതൊരു കംപ്ലീറ്റ് ബ്ലോക്കാവും എന്നൊരു പക്ഷേ CJ റോയ് കരുതിയിരിക്കുക. അതുകൊണ്ടാണ് ഇനിയുള്ള അംഗം കുടുംബത്തെ ഏൽപ്പിക്കുന്നത്. ഒരു പ്രഹേളികയാണ് ഇത്.
ബിസിനസ് രംഗത്തുള്ള ഓരോരുത്തർക്കും കൃത്യമായ ഒരു മുന്നറിയിപ്പാണ്, ഓർമ്മപ്പെടുത്തലാണ്. ആർത്തി പൂണ്ട് ഒരു പ്രത്യേകതരം മനസ്സോടെ ഉപഭോക്താക്കൾക്ക് നേരെ ചാടി വീണ്, അല്ലെങ്കിൽ സമൂഹത്തിന് നേരെ ചാടി വീണ് എല്ലാം വെട്ടിപ്പിടിച്ച് താൻ എല്ലാത്തിൻ്റെയും മുകളിലാണ് എന്നുള്ളൊരു ഭാവം, അത് മനുഷ്യനെ ആത്യന്തികമായി ദുർഘടാവസ്ഥയിലെത്തിക്കും. നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ മരിക്കുമ്പോഴും ജീവിക്കുമ്പോഴുമൊക്കെ കുറച്ച് ആളുകളെങ്കിലും നമുക്കൊപ്പം വേണം. പ്രത്യേകിച്ച് മരിക്കുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ മരണത്തിലൂടെ അടുക്കുന്ന ഘട്ടത്തിൽ. അത് ജീവിതത്തിൻ്റെ ഒരു സത്യത്തെയും നമ്മുടെ ഒരു ന്യായബോധത്തെയും നമ്മുടെ ഒരു ഇടപാടുകളുടെ സുതാര്യതയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. നമുക്ക് ആളുകളോട് കലഹിക്കാം, സുഹൃത്തുക്കളോട് പിണങ്ങാം, പക്ഷേ ആത്യന്തികമായി ആ മനസ്സിനോട് ചേർത്ത് പിടിച്ച എത്ര സുഹൃത്തുക്കളുണ്ട്. എല്ലാവരിലും സ്വാർത്ഥത ഏറെയും കുറഞ്ഞുമൊക്കെയുണ്ട്. പക്ഷേ സ്വാർത്ഥതയ്ക്കപ്പുറം നമ്മൾ സമൂഹത്തെ ഉൾക്കൊള്ളണം. അതൊരു അഭിനിവേശമായി മാറണം, അല്ലാതെ അഭിനയമാവരുത്. സമൂഹവും നമ്മളും തമ്മിലുള്ള ഒരു മെർജിങ്. അതിലപ്പുറം വ്യക്തികളിലേക്ക് നമുക്ക് എത്രമാത്രം ഒരു കെമിസ്ട്രിയുടെ റാപ്പ് ഇടാൻ പറ്റും. അതിന് നമുക്ക് സഹാനുഭൂതി വേണം, സമൂഹത്തോട് സഹാനുഭൂതി വേണം, നമുക്ക് ഉള്ളിലൊരു നീതിബോധം വേണം. ഈ സഹാനുഭൂതിയും നീതിബോധവും ഒക്കെ നമുക്കുള്ളിൽ വളർന്നു വരണമെങ്കിൽ അതിന് നമ്മുടെ ഇന്നലകൾ പശ്ചാത്തലം ഒരുക്കിയിരിക്കണം. മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും ഒക്കെ എല്ലാം നേടിയെടുത്താൽ എന്നും നമ്മുടെ മനസ്സ് വിങ്ങിക്കൊണ്ടിരിക്കും. എപ്പോഴും നമുക്ക് ചുറ്റും ശത്രുവിൻ്റെ നിഴൽപ്പാടുകൾ കാണാം. അവരുടെ വെടിയുണ്ടകൾ നമ്മുടെ ഏതെങ്കിലും ഒരു കോണിൽ പതിക്കുമെന്ന പേടിയ, ഏതെങ്കിലും ഒരു കത്തിമുനയിൽ തീരുമോ എന്നൊരു ഭയം. CJ റോയിയെ സംബന്ധിച്ച് അദ്ദേഹം ജീവിതത്തിൽ വല്ലാണ്ട് ഭയപ്പെട്ടിരുന്നു. നമ്മൾ പലപ്പോഴും അത് വിശദീകരിച്ചു. എന്തിനാണ് ഇത്ര ഭയം? അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് അദ്ദേഹത്തെ സ്വയം കൊണ്ടുചെന്നെത്തിച്ചതും. ഈ സിനിമാ മേഖലയുമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് സൗഹൃദങ്ങളുള്ള ആളാണ്. നമ്മൾ അത് പലതവണ കണ്ടു കഴിഞ്ഞിട്ടുമുള്ളതാണ്. ഇപ്പോൾ ഈ പറയുന്ന കള്ളപ്പണ ഇടപാടുകൾ, സാമ്പത്തിക തിരിമറികൾ, കൊച്ചിയിലെ ചില ദുരൂഹ ഇടപാടുകൾ, അതിനെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഈ രാഷ്ട്രീയക്കാർ, സിനിമാക്കാരൊക്കെ വീണ്ടും ചർച്ചയിലേക്ക് വരുന്നു. നമുക്കറിയാം, സിനിമാ മേഖലയെ ചൂഴ്ന്നു നിൽക്കുന്ന വിവാദങ്ങൾ ചില്ലറയൊന്നുമല്ല. സിനിമയിൽ അല്ലെങ്കിൽ തന്നെ മട്ടാഞ്ചേരി മാഫിയ പിടിമുറുക്കി എന്നുള്ളൊരു വലിയ വിമർശനം കാലങ്ങളായിട്ടുള്ളതാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ലഹരി ഇടപാടുകൾ, അനധികൃതമായി വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത്, അത്തരത്തിൽ വലിയ ഒരു മാഫിയ ഗ്രൂപ്പ് പോലെ നിൽക്കുകയാണ് മലയാള സിനിമ. അതിൻ്റെ കൂട്ടത്തിൽ ഈ അന്വേഷണം മുൻപോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണെങ്കിൽ വീണ്ടും പല വമ്പന്മാർക്കും അതൊരു തിരിച്ചടി തന്നെയാണ്. CJ റോയി മരിച്ച് അദ്ദേഹത്തിൻ്റെ മൃതദേഹം നേച്ചർ കാസ്കേഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ റിസോർട്ടിൽ പൊതുദർശനത്തിന് വെച്ച ദൃശ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. മലയാളത്തിലെ ഒരുപാട് സിനിമാക്കാരെ ഇദ്ദേഹം ചേർത്ത് പിടിച്ചു എന്ന വാർത്തയും നമുക്കറിയാം. ഇതിലെത്ര പേര് ആ മൃതദേഹത്തിനരികിൽ ചെന്ന് ഒരു അന്ത്യയാത്രാമൊഴി കൊടുത്തു? ഇവിടെ എത്രയോ മഹാനടന്മാരും വലിയ നടന്മാരൊക്കെ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട്. അവരാരും എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ല? അപ്പോൾ അവർക്കൊക്കെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാകാം. നാളെ തന്നിലേക്ക് തിരിയുന്ന ഒരു ദുരൂഹതയുടെ ഒരു കൂമ്പാരം അതിന് ചുറ്റുമുണ്ടോ എന്നവർ ഭയന്നിരിക്കാം. നമ്മളെപ്പോഴും കെട്ടിപ്പടുക്കുന്നത് ഒരു ദുരൂഹതയുടെ കോട്ടകൊത്തളങ്ങളിലുള്ള സിംഹാസനങ്ങളാണെങ്കിൽ ആ സിംഹാസനത്തിൽ ഇരിക്കാനുള്ള ഭയപ്പാട് അത് വല്ലാത്തതാവും. അതുതന്നെയാണ് ഇദ്ദേഹത്തെ കാണാൻ ഏത് പ്രമുഖരാണ് ചെന്നത്. കേരളത്തിലെ എത്ര മാധ്യമ പ്രമുഖരുമായി ഇദ്ദേഹത്തിന് ആത്മബന്ധമുണ്ട്. എത്ര പണം വാങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ. എന്നിട്ട് എത്ര മാധ്യമ ഉടമകൾ, മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തിന് അന്ത്യയാത്രാമൊഴി കൊടുക്കാൻ പോയി. ഇവിടുത്തെ ബാംഗ്ലൂർ വരെ 10,000-5,000 രൂപ എയർ ടിക്കറ്റിൻ്റെ ചിലവേ ഉള്ളൂ. എത്ര പേര് പോയി? ആരും പോയില്ല. അപ്പോൾ CJ റോയി മരിച്ച് അദ്ദേഹം വിഭാവനം ചെയ്ത ലോകത്ത് നിന്ന് അനാഥനായി തിരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളും അദ്ദേഹത്തിൻ്റെ ജീവനക്കാരും ബന്ധുക്കളുമൊക്കെ ഉണ്ട്. ആ അമ്മയുടെ കണ്ണീര് നമ്മൾ കാണുന്നുണ്ട്. അതിലപ്പുറം അദ്ദേഹം ഒരു സൊസൈറ്റിയുടെ ഭാഗമായി നിന്ന് ജീവിതം ആഘോഷിച്ച വ്യക്തിയാണ്. ആ വ്യക്തികൾ എവിടെ? അവരെന്തുകൊണ്ട് അപ്രത്യക്ഷരായി? അവരുടെ ഉള്ളിലും ഭയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സുതാര്യതയില്ലാതെ കെട്ടിപ്പടുക്കുന്ന എല്ലാ ബന്ധങ്ങളും ശാശ്വതമല്ല. അവിടെയാണ് CJ റോയിക്ക് പറ്റിയ പിഴവ്. പണമുണ്ടാക്കാം, നമുക്ക് ആകാശത്തിൽ വിമാനം വാങ്ങി പറക്കാം, അല്ലെങ്കിൽ നിരത്തുകളിൽ റോൾസ് റോയ്സും ബുഗാട്ടിയും ഒക്കെ മേടിച്ച് നമുക്ക് ജീവിതം ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ കാട്ടിക്കൊടുക്കാം. പക്ഷെ അവിടെയൊക്കെ നിഴലിക്കുന്ന ഒരു അസ്തിത്വമില്ലായ്മയുണ്ട്. അതിൽ ആത്മബന്ധത്തിന് കുറവുണ്ട്. ഈ ആഘോഷം എന്ന് പറയുന്നത് പലപ്പോഴും വെറും ആഘോഷമാണ്. നമ്മൾ ആ ഒരു ആരവം മാത്രമേ നമുക്ക് ആഘോഷത്തിൽ മുഴങ്ങി കേൾക്കൂ. ആഘോഷം എപ്പം നിലയ്ക്കുന്നുവോ അവിടെ ശൂന്യതയാണ്, നിശബ്ദതയാണ്. അതുതന്നെയാണ് റോയിക്ക് സംഭവിച്ചത്.
ആഘോഷം നിലച്ചു. റോയി നിശബ്ദനായി, ശൂന്യനായി. അവിടെ ഒരു ശക്തി ഇല്ലാതായിപ്പോയി. എന്തായാലും റോയിയുടെ വിഷയത്തിൽ താൻ ഒടുങ്ങുമ്പോൾ എല്ലാം അവസാനിക്കും എന്ന് അദ്ദേഹം കരുതിയതെങ്കിൽ പക്ഷെ അതൊരു വലിയ തിരിച്ചടിയായി കുടുംബത്തിന് നേരെ മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകളിലേക്ക് അന്വേഷണം ശക്തമാകുകയാണ്. വരും ദിവസങ്ങളിൽ പലതും പുറത്തേക്ക് വരാം, ചിലപ്പോൾ പല പേരുകളും പുറത്തേക്ക് വരാം എന്നുള്ളതാണ് ഒരവസ്ഥ. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. നന്ദി. നമസ്കാരം.